അങ്ങനെ നമ്മൾ ചാലിയം കടലമ്മ കരഞ്ഞല്ലേ പറ്റിയത് അല്ലേ? കടലിനെയും പുഴയുടെയും നടുക്കാൻ ചാലിയ പുഴ. ലോഡിങ് ലോഡഡ് ഫ്രൈ ബർഗർ മാതിരി ഇത് മാങ്ങല്ലേ? മാങ്ങ മാങ്ങ ഇടാ അണ്ടുകൊണ്ടെടുത്താൽ എന്താണ് പുളി കൂടുന്ന മാങ്ങേന്റെ പുളിപ്പറിയൊന്നും അങ്ങകലെ അങ്ങകലെ അടിപൊളി നാച്ച്. പ്രളയത്തിൽ നിലമ്പൂർ കാടുകളിൽ നിന്നും ഒഴുകി ഇവിടെ എത്തി സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു മരമാണ്. എത്ര തവണ പോയാലും എത്ര തവണ പറഞ്ഞാലും എത്ര നിങ്ങൾ കേട്ടാലും മടുക്കാത്ത കഥയാണ് ചാലിയാറിൻ്റെത്. സമയപരിധി കാരണം തൽക്കാലം ഇവിടെ നിർത്തട്ടെ. അടിപൊളി നാച്ച്. വെരി നൈസ്. പ്രളയത്തിൽ നിലമ്പൂർ കാടുകളിൽ നിന്നും ഒഴുകി ഇവിടെ എത്തി സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു മരമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ സാക്ഷിയായി ഇവിടെ ഇന്നും നിലകൊള്ളുന്നു. പുഴയിൽ നട്ടുമുളച്ചു വന്നൊരു അത്ഭുതം. ചാലിയാറിന്റെ മനോഹര ദൃശ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു. ഒരു സുന്ദരമായ യാത്രയായിരുന്നു. മനോഹരമായ ഗാനങ്ങളും അനുഭൂതികളും വളരെ നന്നായിരുന്നു. Thank you very much. Raji and team, thank you very much for this wonderful. Welcome Mr. Taj Bhai. ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് സൗകര്യമൊരുക്കുന്ന നാജിയോടും ടീമിനോടും, പക്ഷേ ഇസ്മായിൽ മറ്റൊരു ജോലി തിരക്കിലായിരുന്നു. അതിനിടയിൽ നമുക്ക് തലശ്ശേരിയിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തിരക്കെല്ലാം ഒഴിവാക്കിയിട്ട് സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്, നമുക്ക് വേണ്ടി വന്നതാണ്. താങ്ക് യു വെരി മച്ച് ഇസ്മായിൽ ഭായ്. വെരി നൈസ് ജേർണി. ഇസ്മായിൽ ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച്. അവിടെ നിന്ന് അങ്ങനെ സമയക്കുറവ് കാരണം അധിക സ്ഥലത്തൊന്നും പോയില്ല. കരുന്തുരുത്തി ഭാഗത്തേക്ക് നീങ്ങി. അതെ, നമ്മുടെ പുഴയിൽ നിന്ന് കണ്ട മങ്ങിയ കാഴ്ചകൾ വ്യക്തമായി കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നല്ലേ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. ഈ ഭാഗം എന്താ പറയാ? കടലുണ്ടി ഭാഗങ്ങൾ. ഇപ്പുറം വരുന്നത് ചാലിയം. ചാലിയ അങ്ങാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അൽമിയാക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലിയ. ബേപ്പൂരാണ് കാണുന്നത്. ഇവിടുത്തെ ജങ്കാർ ബേപ്പൂരിലേക്ക് കിടക്കുക. കപ്പലാണ് കാണുന്നത്. നേരത്തെ വന്ന സ്ഥലമാണ്. ജങ്കാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇവിടുന്ന് എവിടത്തേക്കാ പോകുന്നത്? അവിടെ ഇപ്പോൾ ആ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. ദ്വീപിലേക്കെല്ലാം പോകുന്ന കപ്പലാണ് ദൂരെ കാണുന്നത്. ദ്വീപിലേക്ക് പോകുന്ന കപ്പലുകൾ. ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് പോകുന്ന ജങ്കാറാണ് നമ്മൾ കണ്ടത്. ഇപ്പം അഴിമുഖമാണ്. അഴിമുഖം ബീച്ച് മോഡൽ ഉണ്ടാക്കിയ അഴിമുഖമാണ്. നല്ല വ്യൂ ആണ്. നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. ബേപ്പൂർ ബീച്ച് അങ്ങകലെ കാണുന്നത് ബേപ്പൂർ ബീച്ചാണ്. അറ്റ് പ്രസന്റ് നമ്മൾ ഈ ചാലിയം ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയും അതേമാതിരി വോക്ക് വേയും സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തിയ സർക്കാരിൻ്റെ ഡെവലപ്മെന്റ്സ്. ഓഷ്യനസ് ചാലിയം വണ്ടർഫുൾ എൻട്രി ആണ്. ആ കവാടം മനോഹരമായ കാഴ്ച. അങ്ങനെ നമ്മൾ ചാലിയം
ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ചെന്ന് ഈ മഴ ആയതുകൊണ്ട് മഴയായത് എങ്ങനെ അറിയാം, കടൽ കൂടിയൊക്കെ കടലിന്റെ അതുവരെ പോയി യാത്ര ചെയ്തിട്ട് ഇവര് തിരിച്ചിട്ട് ഇവിടെ ഫുൾ ചെറിയ ചെറിയ ബോട്ടുകളുണ്ടാകുക. സ്പീഡ് ബോട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. സ്പീഡ് ബോട്ടിൽ ആൾ കൊണ്ടുപോകും. ഇവിടെ ഫുൾ ആൾക്കാരുണ്ടാകും. ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന ആളുകൾ, പല രീതിയിൽ എൻജോയ്മെൻറ്റിൻ്റെ ആളുകൾക്ക് ബീച്ചിലെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കടലിൽ ഇങ്ങോട്ട് കാറുകൾക്ക് പ്രവേശനമില്ല, സ്കൂട്ടറുകൾക്ക്, ടൂ വീൽസിന് പോകാം. നാസർവായുടെ ഫ്രണ്ട്സ്. അത് ബേപ്പൂർ ബീച്ച്. ലോങ് യു ക്യാൻ സീ ബേപ്പൂർ ബീച്ച്. അതർസ് ദിസ് ഈസ് ചാലിയം ബീച്ച്. ഗോവയിലും ബോംബെയിലും എൻ്റെ ഒന്നും പോകേണ്ടില്ല, എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ തന്നെയുണ്ട് അല്ലേ? കോഴിക്കോട് യു ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ് ഹിയർ. ഓക്കെ, ഓൾ ദ വ്യൂസ്, വെരി നൈസ് വ്യൂസ്. ഞാൻ അവരടുത്ത് വരാം. കേരളത്തിൽ അങ്ങോളമുള്ള ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യൂ ആണ്, വണ്ടർഫുൾ വ്യൂ ആണ്. ഇവിടെയൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി ഉണ്ടാവും. നമ്മളെ ഗോവയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ. കടലൊരുത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മനോഹരമായ കാഴ്ച. എന്താ സാധനം? മുളകല്ല, മാങ്ങ മതി. ഇത് മാങ്ങല്ലേ? മാങ്ങ മതി, മാങ്ങ ഇടാ. അണ്ടുകൊണ്ടെടുത്താൽ എന്താണ് പുളി കൂടുന്ന മാങ്ങേന്റെ പുളിപ്പറിയൊന്നും. ഈ മനോഹര തീരത്തരുമോ ഇനിയൊരു ജന്മം കൂടി. തിര തല്ലുന്നു, തിര തമ്മിൽ തല്ലുന്നു. ആരുമില്ലേ ഇവരെ ക്ഷമിപ്പിക്കാൻ വേണ്ടിട്ട്? ഒരു പുക പോകുന്നല്ലോ തിരടിച്ചിട്ട്. കടലാണ് അപ്പുറത്തും, അതിൻ്റെ അപ്പുറം പുഴയാണ്, വാക്ക് വേ ആണ്. ഒരു രക്ഷയില്ല. എന്താ വൈബ്. ഇച്ചിരി വൈകിപ്പോയി. നമ്മൾ ചാലിയത്ത് ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ്. ഇത് ലോഡഡ് ഫ്രൈ മാതിരി ഉണ്ടല്ലോ. ഇതാണ് നമ്മളെ ലോഡഡ് ഫ്രൈ, ചാലിയം സ്പെഷ്യൽ ലോഡഡ് ഫ്രൈ. പേര് വേക്കിൽ കടലാണ്, ഇപ്പുറത്ത് പുഴയാണ്, ഇവിടെ സീഫ് ഉണ്ട്, ഇവിടെ ഞാനുണ്ട്. ഒരു രക്ഷയിലാണ്. നോക്കട്ടെ, ബർഗർ മാതിരി ഉണ്ട് കേട്ടോ. അടിപൊളി. ഇതൊരു പിസ മാതിരി കട്ട് ചെയ്തിട്ടുള്ള നമുക്ക് സൗകര്യത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, തിന്നാൻ വേണ്ടി. ഇതിലൊന്ന് വേറെ ക്യാരറ്റിന് ക്യാരറ്റ് അലുവയാ? ക്യാരറ്റ് പിസൊക്കെ എല്ലാവർക്കും പരീക്ഷിക്കാം. ചാലിയാറിന്റെ സൗന്ദര്യം. ചാലിയം ബേപ്പൂർ അഴിമുഖ റൈറ്റ് സൈഡ് അങ്ങ് കാണുന്നത്. ഇപ്പുറത്ത് ഇതേതാ കടല്? ചാലിയം കടല്. കടലിന്റെയും പുഴയുടെയും നടുക്കാമുള്ള ചാലിയം പുഴ. അങ്ങേപ്പുറം ബേപ്പൂർ ബീച്ച്, അതിനിടയിൽ ചാലിയം പുഴ. ബ്രേക്ക് വാട്ടർ കടലിന്റെ പുഴന്റെ അടുക്ക് കരിങ്കല്ല് കെട്ട് പാളിയങ്ങളാക്കിയിട്ട് ചെയ്താണ് അല്ലേ. ഇപ്പുറം കാണുന്നത് ബേപ്പൂര്, അത് പുഴ വന്നിട്ട് കടലിലേക്ക് ചേരുന്ന സ്ഥലം. ഇവിടുന്ന് തിരകളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്, ഇപ്പുറത്ത് കടലാണ്. അപ്പോൾ വൈകി ലോങ് വേ ടു തലശ്ശേരി എത്തുന്നതാണ്. നമ്മൾ 9 മണിയായി ഏകദേശം. 9:30 മണിക്കാണ് ട്രെയിൻ. ഫറൂഖ് ടു മാഹി ട്രെയിനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാച്ചിവായി വിളിച്ച് പറഞ്ഞ ടൈമൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ നടുവിലൂടെ, ഈ പുഴയുടെ അരികിലൂടെ, കടലമ്മ കരഞ്ഞല്ലേ പറ്റത് അല്ലേ. അപ്പോൾ ഈവനിങ്ങിൽ ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മനസ്സിന് കുളിരും അതാ വേണ്ട, സമാധാനം, സന്തോഷമല്ല, അതിനുള്ള ഒരു വഴികളാണ് സർക്കാരെല്ലാം ചെയ്യുന്നത്. വേസ്റ്റുകളെല്ലാം അവിടെ ഇവിടെ എറിയാതെ വേസ്റ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി. സർക്കാരിനോട് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ജനങ്ങളുടെ ബോധവൽക്കരണം നടത്തി സ്വയം ബോധവാന്മാരാവേണ്ടതുണ്ട്. നമ്മളെ നാട് വൃത്തിയായി സൂക്ഷിക്കണം. അതെ, ഡിസ്പോസ് ചെയ്യണം. എല്ലാ പഞ്ചായത്തും
നമ്മൾ ഗൾഫിലും കാണുന്ന മാതിരിയുള്ള വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും സഹകരിക്കുക. ഞാനൊരു വേസ്റ്റ് ഇട്ടാൽ സാരമില്ല, മറ്റുള്ള ആൾ ഇട്ടാൽ പ്രശ്നം, അങ്ങനെ പറ്റൂല. തൽക്കാലം വിട ചാലിയം ബീച്ച്. യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നസീഫും ഷബീറും നാച്ചിയും ഉണ്ട്. നിങ്ങളെല്ലാവരും അങ്ങ് തലശ്ശേരിക്ക് വരണം, ഒരു ട്രിപ്പാട്ടെ. വായിലേക്ക് സ്വാഗതം. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാ 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 വാ. ആരേ വന്നില്ലേ? On the way back, this stunning view caught my eyes. The Farooq Railway Bridge, glowing proud creation by the Kerala government, truly adding charm to our journey. അങ്ങനെ മാഹിയിലേക്കെത്തി. 12 hours കഴിഞ്ഞ് ഇവിടുന്ന് വിട്ടിട്ട് 11:45 ഇവിടെ മാഹിയിലെത്തിച്ചേർന്നു. കാലത്ത് ഒരു 11 മണിയോടുകൂടി അങ്ങോട്ട് പോയതാണ്. Thanks for watching and please subscribe.